ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓൾറെഡി നമ്മൾ മാർച്ച് 15-ന് നിലവിൽ വന്നിട്ടുള്ള ഏലിയൻ ആക്ട് പ്രകാരം ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കാര്യവും കൂടി എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുത്തേണ്ടതായിട്ടുണ്ട്. അത് മറ്റൊന്നിനെയും കുറിച്ചിട്ടല്ല, നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ റെൻറ്റിന് എടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് വ്യവസ്ഥകളാണ്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് റെൻ്റൽ ആക്ട് ആർട്ടിക്കിൾ 5 പ്രകാരമുള്ള വ്യവസ്ഥകളാണ് ഞാനിനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്റ് എനിക്ക് സാഗ്രബ് പോലീസിൽ നിന്ന് എൻ്റെ ഓഫീസർ തന്നിട്ടുള്ളതാണ്. മാർച്ച് 15-ന് നിലവിൽ വന്ന ഏലിയൻ ആക്ട് പ്രകാരം ഉള്ള വ്യവസ്ഥകൾ പറയപ്പെടുന്ന പേപ്പറാണിത്. അപ്പോൾ ഇത് ക്രൊയേഷ്യയിലാണ്. ഇത് ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ID കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് റെൻ്റൽ കോൺട്രാക്റ്റ് പേപ്പർ നമ്മൾ നോട്ടറൈസ്ഡ് ചെയ്യണമെന്നുള്ളത് എല്ലാവർക്കും ഓൾറെഡി അറിയാമായിരിക്കും. അറിയാത്തവരുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി നമുക്കിത് നോട്ടറൈസ്ഡ് ചെയ്തിട്ട് സാഗ്രബിലാണെന്നുണ്ടെങ്കിൽ സാഗ്രബിന് ഒരു മെയിൽ ID ഉണ്ട്. ഞാൻ ആ മെയിൽ ID ഇവിടെ കൊടുക്കാം, ജസ്റ്റ് ഫോർ യുവർ റെഫറൻസ്. ഓക്കെ, സോ അത് നമ്മൾ മെയിൽ ചെയ്യുക. ഫർദർ അതിനുശേഷം നമ്മൾ ID കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രോസസ്സിങ് എല്ലാം ഈസിയാണ്. ഇത് സാഗ്രബ് സ്റ്റേഷനിൽ ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയുള്ളൂ. നമ്മൾ ശസ്വതയിലൊക്കെ ചെയ്യുമ്പോൾ വേറെ രീതിക്കാണ്. മറ്റ് സ്റ്റേഷനിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സാഗ്രബിൽ നിന്നുള്ള ഒരു അറിവാണിത് കേട്ടോ. അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് റെൻ്റൽ ആക്ട് പ്രകാരം 9 കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് മാൻഡേറ്ററി ആയിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റിംഗ് പാർട്ടീസിൻ്റെ നെയിം, സർനെയിം, അഡ്രസ്സ്, ഒയ്ബ് നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ മസ്റ്റായിട്ടുണ്ടാവണം. എൻ്റെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരണമാണ്. എത്ര സ്ക്വയർ മീറ്റർ വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തുക. അതും തേർഡ് കൺട്രി നാഷണൽസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള റെഗുലേഷൻസ് എല്ലാം പാലിച്ചുകൊണ്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം എന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് മെത്തേഡും എത്ര രൂപയാണ് റെൻറ്റ് പേ ചെയ്യുന്നതും എന്നുള്ളതാണ്. നാലാമത്തെ പോയിന്റ് ഒരു ടൈപ്പ് ഓഫ് ഹൗസിങ്, ഏത് ടൈപ്പാണ്, ഹൗസ് ആണോ അപ്പാർട്ട്മെൻ്റ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ മാർക്ക് ചെയ്യും. അതല്ല ടോപ്പ് ഫ്ലോർ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എത്ര പേര് താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആറാമത്തെ പോയിന്റ് എത്ര നാളാണ് ഈ ഒരു ലീസിങ്ങിൻ്റെ കാലാവധി എന്നുള്ളത്. യൂഷ്വലി നമുക്ക് നമ്മുടെ പെർമിറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലീസിങ്ങിൻ്റെ പേപ്പർ ചെയ്യാറുള്ളത്. സോ അത് തന്നെ ആയിരിക്കും. ഏഴാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളുടെ വ്യവസ്ഥകൾ. യൂഷ്വലി ഹൗസ് ഓണർ തന്നെയാണല്ലോ അപ്പാർട്ട്മെൻറ്റ് മെയിൻ്റനൻസ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് മെൻഷൻ ചെയ്ത് കോൺട്രാക്റ്റിൽ ഉണ്ടാവണം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കൈമാറാനുള്ള വ്യവസ്ഥകൾ. എനിക്ക് തോന്നുന്നു ഇത് റിട്ടേൺ കൊടുക്കാനുള്ള വ്യവസ്ഥകളായിരിക്കും. നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ കേടുപാട് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇത്ര രൂപ ഫണ്ട് വേണമെന്നും നമ്മൾ കൊടുത്തിരിക്കുന്ന ഡെപ്പോസിറ്റ് തിരിച്ചു തരില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് മിക്ക കോൺട്രാക്റ്റിലും മെൻഷൻ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. സോ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള ഒരു കോമൺ ഏരിയ എങ്ങനെയുണ്ട്, എത്ര മുറിയുണ്ട്, ഏതൊക്കെ ഉപകരണങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ലാസ്റ്റ് പോയിന്റ്. അതുപോലെ ഫൈനൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഒരു വർക്കറിന് 14 ചതുരശ്ര മീറ്ററാണ് പറയപ്പെടുന്നത് പുതിയ നിയമപ്രകാരം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇങ്ങനൊരു കാര്യം നിലവിൽ കൊണ്ടുവരാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പം കമ്പനീസിൻ്റെ അക്കോമഡേഷനിലെല്ലാം പോലീസ് റെയ്ഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് പേര് റൂമിൽ താമസിക്കുന്നതായിട്ട് പോലീസ് തന്നെ കാണുന്നുണ്ട്. വളരെ കൺജസ്റ്റഡ് ആയിട്ടാണ് താമസിക്കുന്നത് എന്നുള്ളത് അവരിങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ന്യൂസൊക്കെ കാണുന്നവർക്കറിയാം, ഈ പുറത്തൊക്കെ നമ്മുടെ ഇന്ത്യൻസിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ചില വീഡിയോസൊക്കെ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും ഷെയർ ചെയ്യാറുണ്ട്. അവർ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഇതാണ്: നിങ്ങളെ അക്കോമഡേഷൻ സ്പേസ് ഓക്കെ ആണോ, നിങ്ങൾ കൺജസ്റ്റഡ് ആണോ, എത്ര പേരാണ് റൂമിൽ, നിങ്ങൾ ഓക്കെ ആണോ, പിന്നെ എന്താണ് മറ്റ് രാജ്യക്കാരുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം, ഫൈറ്റൊക്കെ റൂമിൽ നടക്കാറുണ്ടോ, ഇങ്ങനെയുള്ള ചൊറിയുന്ന ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കലുണ്ട്. അവർക്ക് എന്തെങ്കിലും വായിൽ നിന്ന് വീണ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് മെയിൻലി. പക്ഷേ കൂടുതൽ പേരും റിപ്ലൈ കൊടുക്കുന്നത് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള രീതിക്ക് തന്നെയാണ്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് റെൻ്റൽ കോൺട്രാക്റ്റ് പേപ്പറിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.